എല്ലാ ജില്ലകളിലും ഓരോരോ സംഭവങ്ങളുണ്ട്. ഏത് ദിവസം പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ അക്രമങ്ങളെ പറ്റി കാണാൻ പറ്റും. അത് പല വിധത്തിലുള്ള വൈവിധ്യമാർന്ന അക്രമങ്ങളാണ്. അത് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ഒക്കെയുള്ള അക്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് എല്ലാ ലെവലിലുമുള്ള അത് MLA മാർ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ MLA രക്ഷപ്പെട്ട് പോയേക്കാം. ചിലപ്പോൾ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെന്നുള്ള ഒരു ഇതിലേക്ക് പിന്നീട് കേസിനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ മാറ്റാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ആളുകൾ നമ്മുടെ ഇവിടെയുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വനിതാ വക്കീലിനെ വേറൊരു മെയിൽ വക്കീൽ ആക്രമിച്ച പരിക്കേറ്റ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യ മീഡിയയിൽ കണ്ടു. അപ്പോൾ ഏത് ലെവലിലുമുള്ള ആൾക്കാർക്ക് ഈ അക്രമവാസന കൂടിയിട്ടില്ലേ എന്നുള്ളത് അടുത്ത കാലത്ത് നടക്കുന്ന ഈ ചില സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അത് നമ്മുടെ അക്രമം അവസാനിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു അക്രമവാസനയുടെ പ്രതിഫലനമാണോ അതോ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളുടെ വീഴ്ചയാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക.